തിരുവനന്തപുരത്ത് കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു. എംഎൽഎയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകൾ പുനഃക്രമീകരിക്കണമെന്ന് എംഎൽഎ നിർദ്ദേശിച്ചു. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്യുന്നതിനായാണ് ജ്യോതികുമാർ ചാമക്കാല എംഎൽഎയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നത്. നിലവിൽ ഓർഡിനറി സർവീസുകൾ മാനദണ്ഡം പാലിക്കാതെ യാത്രക്കാർക്ക് ഉപയോഗപ്രദമല്ലാതെയാണ് ഓടുന്നതെന്നും ഇത് അടിയന്തരമായി പുനഃക്രമീകരിക്കണമെന്നും എംഎൽഎ നിർദ്ദേശിച്ചു. യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും നിർദ്ദേശങ്ങൾ ആരായണമെന്നും പ്രത്യേക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക ബോക്സ് വയ്ക്കണമെന്നും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി മെയിൽ ID കൂടി നൽകണമെന്നും എംഎൽഎ അറിയിച്ചു. ഇപ്രകാരം യാത്രക്കാർക്ക് ജൂലൈ 1 മുതൽ 10 വരെ അവസരം നൽകണമെന്നും അവരിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശങ്ങൾ ജൂലൈ 11 മുതൽ 20 വരെ ക്രോഡീകരിച്ച പുതിയ ഓർഡിനറി ഷെഡ്യൂളുകൾ തയ്യാറാക്കണമെന്നും ഓഗസ്റ്റ് 1 മുതൽ ഈ ഷെഡ്യൂളുകൾ ഓടിത്തുടങ്ങണമെന്നും എംഎൽഎ പറഞ്ഞു. ക്രോഡീകരിക്കുന്ന വേളയിൽ എംഎൽഎയുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം ചേരും. കെഎസ്ആർടിസി ബസ്സുകളുടെ പാർക്കിംഗ് സംബന്ധമായ വിഷയം അടുത്ത ഭരണസമിതിയിൽ ചർച്ച ചെയ്യും. വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകി. അതായത് നമ്മൾ നിലവിൽ ഇപ്പോൾ ഓർഡിനറി സർവീസുകൾ ഒത്തിരി യൂസ്ഫുൾ അല്ലാതെ ഓടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ റീഷഫിൾ ചെയ്ത് ഓർഡിനറി ഷെഡ്യൂളുകൾ മാത്രം ഒന്ന് റീഷഫിൾ ചെയ്ത് യാത്രക്കാരുടെ കൂടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് റീഷഫിൾ ചെയ്ത് കൂടുതൽ ജനോപകാരപ്രദമായ രീതിയിൽ സർവീസ് നടത്താനായിട്ടൊരു ബൃഹത്തായ ഒരു പദ്ധതി തയ്യാറാക്കണമെന്ന് ബഹുമാനപ്പെട്ട എംഎൽഎ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറഞ്ഞ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ജീവനക്കാരുടെ നമ്മുടെ യാത്രക്കാരുടെ നിർദ്ദേശങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മെയിൽ ID കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ബോക്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്രക്കാർക്ക് നമ്മുടെ കെഎസ്ആർടിസി സംബന്ധമായ സർവീസുകളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ യാത്രക്കാർക്ക് ഈ 2 മാർഗങ്ങൾ വഴി നമ്മളെ അറിയിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ 10-ാം തീയതിക്ക് ശേഷം ക്രോഡീകരിച്ച് നമ്മൾ 20-ാം തീയതിക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ ഓർഡിനറി ഷെഡ്യൂൾ എല്ലാം ഒന്ന് റീഷഫിൾ ചെയ്ത് സമർപ്പിക്കാനാണ് സാറ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമർപ്പിക്കുന്ന മുറയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ പുതിയ സർവീസുകളുടെ ഒത്തിരി റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതുമെല്ലാം ആഡപ്പ് ചെയ്ത് ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് സാറ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.